ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലത്തിലെ നമ്മുടെ വായനഭാഗം സംഖ്യാപുസ്തകം 30 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം സംഖ്യാപുസ്തകം 32 അധ്യായത്തിൻ്റെ 5 വാക്യം. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം, ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. ദൈവം തൻ്റെ ജനത്തെ വാഗ്ദാനങ്ങളിലൂടെ വഴി നടത്തുന്നു. ഈ യാത്രയിൽ അനവരതമായ ദൈവകൃപ അനുഭവിക്കുവാൻ ഇസ്രായേൽ ജനതയ്ക്ക് സാധിക്കുന്നു. എന്നാൽ അവരുടെ യാത്ര പലപ്പോഴും ദൈവത്തെ അകറ്റി നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു. എത്ര അകന്നു പോയാലും തേടി വരുന്നവനായ ദൈവം ഇസ്രായേല്യരെ താൻ വാഗ്ദത്തം ചെയ്ത പ്രകാരം മുന്നോട്ട് തന്നെ വഴി നടത്തുന്നു. ഇന്നത്തെ വായനഭാഗത്ത് ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളും അതിന് ദൈവം നൽകുന്ന വിജയവും ഒരു വശത്തും, മറുവശത്ത് ദൈവം എങ്ങനെയാണ് തൻ്റെ ജനത്തെ പടിപടിയായി നയിച്ചത് എന്നും നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതൊരു ചരിത്ര സംഭവമായി നമുക്ക് തോന്നാം. എന്നാൽ വെറും ചരിത്രമല്ല, ഇന്നത്തെ നമ്മുടെ ജീവിതയാത്രയിലും ഈ ആത്മീയത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ജയം നൽകുന്ന ദൈവം. ഇവിടെ യഹോവ പറഞ്ഞതനുസരിച്ച് മിദ്യാന്യരോട് ഇസ്രായേല്യർ യുദ്ധം ചെയ്യുന്നു. സംഖ്യാപുസ്തകം 31 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പറയുന്നത്, അങ്ങനെ യഹോവ പറഞ്ഞതനുസരിച്ച് എണ്ണത്തിനൊത്ത ആളുകൾ പോവുകയും യുദ്ധം നടത്തുകയും ചെയ്യുന്നു എന്ന്. ആ യുദ്ധത്തിൽ ഫീനെഹാസിൻ്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീര നാദകാഹളങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മിദ്യാന്യർക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേല്യർ അവിടെ വിജയം വരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ വിജയം നൽകിയത് മനുഷ്യശക്തി കൊണ്ടല്ല, മറിച്ച് അത് അവിടെ ദൈവനീതിയാണ് വെളിപ്പെട്ടത്. അങ്ങനെ ദൈവം തന്നെ മുന്നിൽ നിന്നപ്പോൾ ഒരാളും തോറ്റുപോയില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതത്തിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ തീർച്ചയായും വിജയം നമുക്ക് ഉറപ്പാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ചാൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ഇന്നത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, അതിരുകളിൽ നിൽക്കാതെ അടുക്കലോളം ചെല്ലുക. സംഖ്യാപുസ്തകം 32 അധ്യായത്തിൽ രൂബേൻ ഗോത്രവും ഗാദ്യരും വാഗ്ദത്ത ദേശത്തിൻ്റെ അതിരിൽ തന്നെ ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ ആ ദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠതയും സാമ്പത്തിക നേട്ടവും കണ്ടിട്ട് ആടുമാടുകൾക്ക് അനുയോജ്യമായ ഇടമാണെന്ന് കരുതി കനാനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർ താല്പര്യപ്പെടാതെ കനാൻ ദേശത്തിൻ്റെ അതിരുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു അനുഭവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അനുഗ്രഹങ്ങൾ ദൈവം അവർക്കും നൽകിയെങ്കിലും പൂർണ്ണതയിലേക്ക് കടക്കുവാൻ അവർ കൂട്ടാക്കാതിരിക്കുന്നു. ഇത്തരത്തിൽ ദൈവം ഒരുക്കി നൽകുന്ന പൂർണ്ണതയേക്കാൾ ഇത് മതി എന്ന് പറഞ്ഞ് അതിർ നിശ്ചയിച്ചാൽ അത് നമ്മുടെ ആത്മീയ വളർച്ചയെ വല്ലാതെ മുരടിപ്പിക്കും. നാം അതിരുകളിൽ നിൽക്കേണ്ടവരല്ല, പിന്നെയോ കനാനിൽ ചെല്ലണം. വാഗ്ദത്ത ദേശത്ത് നാം എത്തിയെങ്കിലേ നമുക്കുള്ള പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും എന്ന്. ദൈവം ആരംഭിപ്പിച്ച യാത്ര വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുക, ദൈവകരങ്ങളിലേക്ക് സർവ്വതും സമർപ്പിക്കുക, സമൃദ്ധിയിൽ തുടരാതെ ദൈവസന്നിധിയോളം യാത്ര ചെയ്യുക. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തമ്പുരാൻ നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഇത്രത്തോളം അവിടുന്ന് ഞങ്ങൾക്ക് ജയം നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളുടെ സമൃദ്ധിയിൽ തന്നെ തുടരാതെ അവിടുത്തെ സന്നിധിയോളം യാത്ര ചെയ്യുവാനും അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത കിരീടത്തിന് ഓഹരിക്കാരായി തീരുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.